ഇതൊരു ഈവനിങ് റുട്ടീനാണ്. ആദ്യം തന്നെ എൻ്റെ ക്രാഫ്റ്റ് റൂം ബെഡ് ഭയങ്കര അലങ്കോലാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ബെഡിലാണ് ചെയ്യുക. എനിക്ക് ഭയങ്കര ലേസിയാണ്. അപ്പോൾ വേഗം എന്ത് കിട്ടിയാലും ബെഡ്മൊക്കെ ഇടുക, ബെഡ് വൃത്തിയാക്കുമ്പോൾ നിലത്തൊക്കെ ഇടുക. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുമായിരുന്നു. ഒരു ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും തിന്ന് താഴത്തോട്ട് പോകുമായിരുന്നു. സ്കൂളിൽ തുറക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു. സ്റ്റഡി ടേബിളൊക്കെ ഇട്ട് റെഡിയാക്കിയിരുന്നു. പിന്നെ മഗ്‌രിബായി. അപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചു. പിന്നെ ഖുർആൻ ഓതാനുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഖുർആൻ ഓതി. എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര ലേസി ആയിരുന്നു. എന്നാ അറിയില്ല, എനിക്ക് തന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വെച്ചാൽ നല്ല റെയിനായിരുന്നു. അപ്പോൾ ഒരു ചൂടുള്ള എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഫി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കോഫി ഉണ്ടാക്കുന്നത്. ടീ ഉണ്ടാക്കിയിട്ടുണ്ട്, ബട്ട് കോഫി ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് കോഫി ഇതായിരുന്നു. മധുരം എൻ്റെ കോഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ മധുരം കുറച്ച് കുറവായിരുന്നു. ഇത് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു നാളത്തേക്കുള്ള മോർണിംഗ് റുട്ടീനൊക്കെ ഒന്ന് എഴുതാമെന്ന്. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു ഓർഗനൈസറാണ്. അപ്പോൾ നാളത്തെ മോർണിംഗ് റുട്ടീൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. കുറേ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, സെൽഫ് കെയർ ചെയ്യുമോ, അതും ഡേ ഇൻ മൈ ലൈഫിലായിട്ട് ഡേ ഇൻ മൈ ലൈഫും സെൽഫ് കെയറും കൂടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളൊക്കെ അല്ലേ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സ്കൂളിൽ ലീവൊക്കെ കിട്ടുമല്ലോ. അപ്പം നമുക്ക് ആ ഒരു ഡേ ഇൻ മൈ ലൈഫും സെൽഫ് കെയറും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന്. പിന്നെ കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും തിന്ന് പിന്നെ ക്രീം ബണ്ണ് അബ്ബ കൊടുത്തിട്ടുണ്ടായിരുന്നു. അബ്ബ മീൻസ് മൈ ഫാദർ. അപ്പോൾ അതൊരു ASMR ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു. ക്രീം ബണ്ണ് തിന്നുമ്പോൾ എൻ്റെ മദറിനാണ് എനിക്ക് ഈ ഒരു ക്രീം ബണ്ണ് ഫേവറേറ്റ്. അപ്പോൾ മദറിന് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കും കൊണ്ടുവരും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ക്രീമൊക്കെ പുറത്തേക്കാക്കി തിന്നുന്നത്. ബാഗൊക്കെ പിന്നെ പാക്ക് ചെയ്ത് പിന്നെ സ്കിൻ കെയർ അത് കഴിഞ്ഞിട്ട് ഉറങ്ങപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടപ്പോൾ മുടി കെട്ടുന്നപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, ഒരു കുഞ്ഞ് ട്രാൻസിഷനാണ് കാണിച്ചവിടെ. ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പോൾ സബാമെഡ് മോയ്സ്ചറൈസറും പിന്നെ ഈ രാത്രി ഞാൻ സൺസ്ക്രീൻ, ഈ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടി എന്ത് ചെയ്യും, മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലോ കിട്ടുന്നതാണ്. അതിന് സബാമെഡെന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും മിക്സാക്കി ഞാൻ എൻ്റെ മുഖത്ത് ഡോട്ടായിട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ നന്നായി അപ്ലൈ ചെയ്യണം. ഞാൻ ഈ ഒരു ക്രീമിൻ്റെ ട്യൂബിൻ്റെ ഏറ്റവും അടിയിലൊരു ഭാഗമുണ്ട്, അതുകൊണ്ട് ആണ് ഞാൻ അപ്ലൈ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം അപ്ലൈ ആക്കി കൊടുത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് അപ്ലൈ ആക്കി കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഗ്ലോ ഫീൽ ചെയ്ത്. ബിഫോർ ഇതായിരുന്നു, ഞാൻ ഇവിടെ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആഫ്റ്റർ ഭയങ്കര റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ വിച്ചി സിറം ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റിൽ ഞാൻ അങ്ങനെ വിച്ചി സിറം കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇന്ന് നൈറ്റിൽ എന്താണ് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് വിചാരിച്ചാൽ ഈവനിങ് സ്കിൻ കെയർ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത് എത്രത്തോളം കളർ ചേഞ്ചിങ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഞാൻ ഒരു വൈപ്സ് എടുത്ത് നോക്കി. നല്ല ഇടിയും മഴ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ശബ്ദം ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ ചോറ് എന്നാ വിചാരിച്ചു ഞാൻ ഇന്ന് ഈവനിങ്ങിൽ ചോറ് തിന്നായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചോറായിരുന്നു എടുത്തിരുന്നത്. പിന്നെ എത്രയുള്ളൂ, ബൈ.